ലേറ്റസ്റ്റ് എന്ന് പറഞ്ഞാൽ ഇന്നത്തെ സുവിശേഷത്തിൽ അത്ഭുതകരമായിട്ടുള്ള മീൻപിടുത്തത്തെ കുറിച്ചാണ് നമ്മൾ വായിച്ചു കേട്ടത്. ഈശോ ശിമിയോന്റെ വള്ളത്തിൽ കയറിയിരുന്ന് പഠിപ്പിച്ചു കഴിയുമ്പോൾ ഈശോ പറയുകയാണ്, ഒരല്പം നീക്കി നിങ്ങൾ വലയേറി. ആ രാത്രി മുഴുവൻ അധ്വാനിച്ചിട്ടും ഒന്നും കിട്ടാത്തതിന്റെ നിരാശയിൽ അവരിയ്ക്കുകയായിരുന്നു. രണ്ട് കാര്യങ്ങളാണ് ഇന്നത്തെ സുവിശേഷത്തിലൂടെ നമുക്ക് പഠിക്കാനുള്ളത്. ഒന്നാമത്തെ കാര്യം, ഈ ശിമിയോന്റെയും കൂട്ടരുടെയും ക്ഷമയാണ്. ഒരു രാത്രി മുഴുവൻ അധ്വാനിച്ചിട്ടും ഒന്നും കിട്ടാതിരിക്കുക. ആ ഒരു നിരാശയില് ഈശോ ഒരു അപരിചിതനായിട്ടുള്ള ഒരു വ്യക്തി വന്നിട്ട് പറയുകയാണ്, ഒരല്പം മാറ്റി വലയെറിയാനായിട്ട് പറയുമ്പോൾ അവർ ക്ഷമയോടെ അത് ചെയ്തു എന്നുള്ളതാണ്. അത് ചെയ്തു. അപ്പൊ ഒന്നാമതായിട്ട് ഈ ക്ഷമ നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകുന്നതിന് വേണ്ടി നമുക്ക് പ്രത്യേകം പ്രാർത്ഥിക്കണം. രണ്ടാമതായിട്ട്, അത്ഭുതകരമായിട്ടുള്ള ഒരു മീൻപിടുത്തം കഴിയുമ്പോൾ പത്രോസിന് മനസ്സിലായി, ഇവൻ എന്തോ സാധാരണക്കാരനല്ല, ഇവന് എന്തോ ഒരു ദൈവിക ശക്തിയൊക്കെ ഉണ്ട്. പത്രോസ് ഉടനെ ചെയ്യുന്ന എന്താണ്, കർത്താവ് എന്നിൽ നിന്ന് അകന്നു പോകണമേ, ഞാൻ പാപിയാണെന്ന് പറയുകയാണ്. അല്ലെ, ദൈവത്തിന്റെ ഒരു സാന്നിധ്യം പത്രോസ് തിരിച്ചറിയുമ്പോൾ പത്രോസ് മനസ്സിലാക്കുന്ന ആദ്യത്തെ കാര്യം തൻ്റെ അയോഗ്യതയാണ്. തൻ്റെ അയോഗ്യത പത്രോസ് വെളിപ്പെടുത്തുകയാണ്. അത് ഉറക്കെ പ്രഖ്യാപിച്ചുകൊണ്ട് പത്രോസ് പറയുന്നത്, കർത്താവ് എന്നിൽ നിന്ന് അകന്നു പോകണേ, കാരണം ഞാനൊരു പാപിയാണ്. നമ്മളൊരു ഇന്നത്തെ സുവിശേഷ ഭാഗം വായിച്ച് ചെയ്യുമ്പോൾ രണ്ടാമതായിട്ട് നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യം, ഓരോ ദിവസവും വിശുദ്ധ കുർബാനയിലൂടെ ഈശോ എൻ്റെ ഹൃദയത്തിലേക്ക് എത്തുമ്പോൾ ഞാൻ എത്രമാത്രം അയോഗ്യനാണെന്ന് തിരിച്ചറിയുകയാണ് രണ്ടാമത്തെ പ്രധാനപ്പെട്ട കാര്യം. എന്തിനാണ് അയോഗ്യത തിരിച്ചറിയുന്നത് എന്തിനാണെന്ന് ചോദിച്ചാൽ, അതുവഴി നിരാശനായി ജീവിക്കാനല്ല, മറിച്ച് എൻ്റെ അയോഗ്യത മനസ്സിലാക്കി എളിമയോട് ജീവിക്കാൻ വേണ്ടിയിട്ടാണ്. എളിമയോട് ജീവിക്കാനായിട്ടുള്ള ആ ഒരു കൃപയ്ക്കായിട്ട് നമുക്ക് പ്രാർത്ഥിക്കാം. ദൈവം നമ്മെല്ലാവരെയും സമൃദ്ധമായിട്ട് അനുഗ്രഹിക്കും.